നമസ്കാരം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് അവിയലാണ്. അതും കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 10 മിനിറ്റ് മതി നമ്മുടെ ഈ അവിയൽ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാ അവിയലിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 പച്ചമുളക്, 2 പീസ് വെളുത്തുള്ളി, 2 പീസ് കൊച്ചുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ, അതുപോലെ ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങാക്കോല്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ പടവലങ്ങ, ചേന, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ സ്പൂൺ പുളിയുള്ള തൈര് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അത്രേ വേണ്ടൂ കേട്ടോ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വേകാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരൊറ്റ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി. നമ്മുടെ അവിയൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ അവിയൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഓണ വിഭവമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.